നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ്. കലക്ടറുടെ മൊഴി നവീൻ ബാബു ചേംബറിലേക്ക് എത്തി തെറ്റുപറ്റിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട് എന്ന സംശയങ്ങൾ ജനിപ്പിക്കുന്ന കലക്ടറുടെ മൊഴി അത് വീണ്ടും ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുകയാണോ? ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിന് ദുരൂഹതയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അന്നേ പറയുന്നു, ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞത് എന്ന് ഞങ്ങൾ അന്നേ ചോദിക്കുന്നതാണ്. കലക്ടർക്ക് അത് അന്ന് പറഞ്ഞാൽ മതി. പറയുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? കലക്ടർ ആദ്യം ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, ആ റവന്യൂവിൻ്റെ ഹെഡാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അവിടെ കലക്ടർ ആ റിപ്പോർട്ട് കൊടുത്തതായിട്ട് കാണുന്നില്ല. പിന്നെ കലക്ടർ പറയുന്നു ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ചോദിച്ചു, തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് അത് ഈ NOC കൊടുത്തതിലാണോ തെറ്റുപറ്റിപ്പോയത്, അല്ല വേറെന്താ കാര്യത്തിലാണോ തെറ്റുപറ്റിപ്പോയത്? അത് പറയാൻ കലക്ടർ ബാധ്യസ്ഥനല്ലേ? കലക്ടർ എന്തിനാണ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നത്? ആദ്യം മുതൽ കലക്ടറുടെ സമീപനം ശരിയല്ല. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, ഈ കലക്ടറും നവീൻ ബാബുവും തമ്മിൽ ADM-ഉം തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞങ്ങൾ ആദ്യം പറയുന്നതാണ്. പിന്നീട് അവസാനം ബഹുമാനപ്പെട്ട ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവും കലക്ടറും തമ്മിൽ അത്ര നല്ല യോജിപ്പിലല്ലായിരുന്നു, ഒരുപാട് ഹറാസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ലീവ് കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ തന്നെ ഷാർപ്പ് സമീപനമാണ് ഈ നവീൻ ബാബുവിനോട് സ്വീകരിച്ചത് എന്ന് ബന്ധപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ചേർത്ത് വായിക്കേണ്ടത് CPM-നെ സഹായിക്കാൻ വേണ്ടി ആദ്യം തന്നെ തുടക്കം മുതൽ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സൗകര്യം ഒരുക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ നമുക്ക് സൗകര്യം, നമ്മൾ രാത്രി 2 മണിക്ക് കാൽടെക്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കാതെ അത് തിരിച്ചു വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കലക്ടർക്ക് ആ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ വെച്ച് കാണാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രമാത്രം എതിർപ്പ് ഈ വിഷയത്തിൽ കലക്ടറോട് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ്. അപ്പോൾ കലക്ടർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM-ന് വേണ്ടിയുള്ള പണിയാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. ദിവ്യേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സമീപനമാണ് ആദ്യം മുതൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്.